ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് ക്രീം ചീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽമയുടെ ഒരു കവർ പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിരിഞ്ഞ പാലാണ് ഉള്ളതെങ്കിൽ പോലും നമുക്ക് അത് ഇനിയിപ്പോൾ കളയേണ്ട കാര്യമൊന്നുമില്ല. അതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാലിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീരായാലും മതിയാകും. ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കുരു അതിലേക്ക് വീഴാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുറച്ച് സമയം ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലത്തെ വെള്ളത്തിൻ്റെ കളറ് ലൈറ്റ് യെല്ലോ കളർ ആവുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് നെക്കി കളഞ്ഞ ശേഷം വീണ്ടും 2 പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബട്ടർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ബട്ടർ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പൗഡേർഡ് ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഞാനത് ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൽ വാനില എസൻസ് മിക്കവരും ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാനത് ചേർത്ത് കൊടുക്കാറില്ല. പിന്നീട് ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ ചെയ്തെടുത്തത് നൈറ്റാണ്. അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ എടുത്ത സമയത്ത് ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഫ്ലഫി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.